ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസും യു ഡി എഫും അടുത്ത കാലത്ത് എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഏറ്റവും ഒരു നല്ല തീരുമാനം എന്ന് പറയുന്നത് ഈ സമരജാഥയിൽ പി.വി. അൻവറെ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. കാരണം എന്താണ്, അവിടെ വരുന്ന 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവിടെ അൻവറിനെ ഒഴിവാക്കിയിട്ട് യു ഡി എഫിന് ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏകദേശം 20-25,000 വോട്ടോളം അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലകളിൽ നിലമ്പൂരിലുണ്ട്. അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് അൻവറിൻ്റെ കൂടി, കാരണം അവിടെ എപ്പോഴും ജയിക്കുന്നത് ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാക്സിമമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2016-2011 വോട്ടാണ്. പിന്നെ ഇത് 6,000 വോട്ടിലേക്ക് 5,000 ശിഷ്ട വോട്ടിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒരു 15,000 വോട്ടിൽ താഴെ മാത്രമാണ് അവിടെ ഏത് പാർട്ടിക്കാണെങ്കിലും ജയിക്കാൻ കഴിയുക. അതിൽ 25,000 വോട്ട് ഭിന്നിച്ച് നിന്നാൽ, കാരണം എന്തായാലും ഇനി അൻവർ LDF ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല, UDF ഭാഗത്തേക്കും പോകാൻ പറ്റില്ല. തൃണമൂൽ കോൺഗ്രസ് അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായി നിൽക്കുക മാത്രമേ ഓപ്ഷനുള്ളൂ. അങ്ങനെ വന്നാൽ 25,000 വോട്ട് അവിടെ സ്പ്ലിറ്റ് ആവും. അങ്ങനെ സ്പ്ലിറ്റ് ആയത് പരമാവർത്താണ് അവിടെ ജയിക്കാൻ പോകുന്നത് LDF ആണ്. അവിടെ ഒരു കാരണവശാലും UDF ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോൾ UDF കൂടെ അൻവറിനെ നിർത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാതെ അവർക്ക് ഓപ്ഷനില്ല. അപ്പം ഇന്ന് മലയോര ജാഥ നിലമ്പൂരിലെത്തുന്ന സമയത്ത് അൻവറിനെ കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയവും അവസരവുമാണ്. അതിന് അൻവർ കാണിച്ച ബുദ്ധി അതിനേക്കാൾ നല്ല ബുദ്ധിയാണ്. കാരണം അങ്ങോട്ട് പോയി ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഇപ്പം ഒരാൾ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ വരണ്ട എന്ന് ഒരു പാർട്ടിക്കും പറയാൻ പറ്റില്ല. വരാൻ പറഞ്ഞു. അതെന്തായി, അത് വലിയ മഞ്ഞുരുങ്ങലുണ്ടായി. അപ്പോൾ ആ ഭാഗത്തോടു കൂടി എല്ലാ ചർച്ചകളും നടന്നല്ലോ. എന്ന് പറയുന്നത് KC വേണുഗോപാൽ, സാദിഖ് അലി തങ്ങൾ, ഉണ്ണിസാർ പറഞ്ഞ പോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ, K സുധാകരൻ, അങ്ങനെ രമേശ് ചെന്നിത്തല, അങ്ങനെ എല്ലാ നേതാക്കന്മാരും ചർച്ച ചെയ്ത്, അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയാകുമ്പോൾ ഒരു വാതിൽ തുറന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് UDF സംബന്ധിച്ചിടത്തോളം മലബാറിലെ കാര്യങ്ങൾ ഏകദേശം ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ അൻവറിന് ഉണ്ടാക്കാൻ പറ്റും. അവിടെ ആരാണ് എതിർത്തത്? മലപ്പുറത്തെ പ്രാദേശിക നേതാക്കന്മാരാണ് എതിർത്തിട്ടുള്ളത്. കാരണം മലപ്പുറത്ത് അൻവർ ഒരു നേതാവായി വന്നാൽ ആർക്കൊക്കെയാണോ ഭീഷണിയാവുന്നത് അവരൊക്കെ എതിർത്തു വരണ്ട എന്നുള്ളത്. അതൊരു പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി. അതിനെ മറികടന്നു. കാരണം കേന്ദ്ര നേതാക്കന്മാരും കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരും അതിനെ മറികടന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വെള്ളാപ്പള്ളിയിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെള്ളാപ്പള്ളി കറക്റ്റായി രാഷ്ട്രീയ പ്ലാനുള്ള ആൾ എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം കേന്ദ്രത്തിൽ BJP കൂടെയും കേരളത്തിൽ CPM കൂടെയും ഇടതുപക്ഷത്തിൻ്റെ കൂടെ പ്രതീതി ഉണ്ടാക്കുന്നു. അങ്ങനെ അത് തന്നെയാണ് ശൈലി. കാരണം എന്താണ്, പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ അവിടെ ഇടതുപക്ഷത്തെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവർ പൂർണ്ണമായി BJP നിൽക്കുന്നു. കാരണം അവരുടെ കുടുംബത്തിലെ എല്ലാവരും ഇറങ്ങി BJP വേണ്ടി വർക്ക് ചെയ്യുന്നു. മാക്സിമം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിലെ എന്ന് പറയുക ഭാര്യയും മക്കളും അടക്കം എല്ലാവരും ഇറങ്ങി BJP വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് വരുന്നു. നേരെ തിരിച്ച് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങാനും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം എൻ്റെ നല്ല ആളാണ് എന്ന് പറയുന്നു. കാരണം അദ്ദേഹം നോക്കുമ്പോൾ VD സതീശനെ NSS സപ്പോർട്ട് ചെയ്യുന്നില്ല, ലീഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല, മറ്റു ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല. പിന്നെ സാധ്യതയുള്ള ആരാണ്? KC വേണുഗോപാലുമായിട്ട് ഇദ്ദേഹം വഴക്കാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് പറ്റില്ല. പിന്നെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഏക നേതാവ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. ഏതെങ്കിലും കാരണവശാൽ ഈ കോൺഗ്രസ് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. കൂടെ പറയുന്നു ഈഴവ സമുദായത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരു സർക്കാരിന് അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കറക്റ്റാണ്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇപ്പുറ സൈഡിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറയുന്നു, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അതേസമയം തന്നെ തുഷാർ വെള്ളാപ്പള്ളി ആ ഒരു എഫക്റ്റ് BJPക്ക് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇദ്ദേഹം ഈ കുടുംബം അല്ലെങ്കിൽ CPM കൂടെയാണോ എന്നുള്ള ഒരു എഫക്റ്റ് വരാൻ പോലും സമ്മതിക്കാതെ തൊട്ടിപ്പുറ സമയത്ത് തുഷാർ വെള്ളാപ്പള്ളി ഒന്ന് പറയുകയാണ്, എനിക്ക് മന്ത്രിസ്ഥാനം പറയുന്നു, MP സ്ഥാനം പറയുന്നു, ഞാൻ UDF BJP കൂടെ അടിയുറച്ച് നിൽക്കുമെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതൊന്നും ഞാൻ വിചാരിക്കുന്നത് ഈഴവ സമുദായത്തിൻ്റെ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയമുണ്ട്. ഈഴവ സമുദായം എപ്പോഴും കൂടി നിന്നത് ഇടതുപക്ഷത്തോടു കൂടെ തന്നെയാണ്. അത് ഒരു കാരണത്തും കാലത്ത് നിന്നിട്ടുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്ന് കോൺഗ്രസിന് മുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് ആ കാലത്തും ഒരു പരിധി വരെയുള്ള ഇടതുപക്ഷം മാത്രമാണ് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. പക്ഷേ ആ കാലത്തൊക്കെ സംഭവിച്ചത് എന്താണ്, ആ സമയത്ത് KM മാണി എന്ന് പറയുന്ന നേതാവുണ്ട്. കാരണം KM മാണിയുടെ നേതാവും ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരാണ്. വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അതുപോലെ തന്നെ ഈഴവ സമുദായത്തെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ പറ്റിയ നേതാക്കന്മാരായിരുന്നു ഈ പറയുന്ന കോട്ടയം, ആലപ്പുഴ, എറണാകുളം ഭാഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പാലാ നിയോജകമണ്ഡലം പാലയിലൊക്കെ KM മാണി ഇവരെ കൈവെള്ളയിൽ കൊണ്ടുനടക്കും. അവസാനം KM മാണിയെ വിജയിപ്പിക്കുന്ന വെള്ളാപ്പള്ളിക്ക് ഒരു റോളുണ്ട്. അതേപോലെ കൈവെള്ളയിൽ അതെ, അപ്പോൾ കൈവെള്ളയിൽ
കൊണ്ടു നടക്കുകയാണ്. അപ്പം വെള്ളാപ്പള്ളി പെരുകി കെ എം മാണിയെ പോലെ ഒരു നേതാവിനെ കോൺഗ്രസിന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു സമുദായത്തെ കോൺഗ്രസിനോട് UDF-നോട് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷം എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മിനിഞ്ഞാന്ന് മീഡിയ എഡിറ്റേഴ്സിലും പറഞ്ഞു, ഇപ്രാവശ്യത്തെ ഇലക്ഷൻ പറയുന്നത് അവർക്ക് ഭയങ്കര ക്രൂഷ്യലായിരിക്കും. അവരെ ഈ പറയുന്ന സമുദായങ്ങളെയൊന്നും അവർക്ക് ഈ പറയുന്ന അത്ര എളുപ്പത്തിൽ അവരെ കൂടെ നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഇങ്ങനെ സമുദായങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ നേതാക്കന്മാരാ സംവിധാനത്തിലില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി പോലെയോ കെ എം മാണിയെ പോലെയോ ഒന്നുമുള്ള തലമുതിർന്ന വർഷങ്ങളായി പാരമ്പര്യവും ബന്ധവും അവരുമായി അടുപ്പം സൂക്ഷിച്ചിരിക്കുന്ന നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. ആകെയുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയാണ് വലിയ ആ ഒപ്പത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്ന നേതാക്കന്മാരെന്ന് പറയുന്നത്. കെ സി വേണുഗോപാൽ ഉണ്ടെങ്കിൽ കൂടെ അദ്ദേഹത്തെ ഒരു കേന്ദ്ര നേതാവായിട്ടാണ് കാണുന്നത്, ഒരു ACC നേതാവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അതിനേക്കാളും അപ്പുറം ഒരു ഗ്രാസ് റൂട്ടിലുള്ള നേതാവ്, ഇവർക്ക് അപ്രോച്ചബിളായ ഒരു നേതാവായിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്രാവശ്യത്തെ ഇലക്ഷനെ നേരിടുക എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ മൊത്തം കൂട്ടിയാൽ പോലും, അല്ലെങ്കിൽ മുസ്ലിം സംവിധാനത്തെ മുഴുവൻ ലീഗ് കൂട്ടി അങ്ങനെ പോലും ലീഗിനെ നിലനിർത്താൻ പറ്റും, ഈ കോൺഗ്രസ് നിലനിർത്താൻ പറ്റില്ല. അവിടെയും 2-3 വിഭാഗങ്ങളാണ്. കാന്തപുരവും അങ്ങനെ ഇടതുപക്ഷത്തോട് അനുഭവം പ്രകടിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ വേറെ നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ, നേരത്തെ പറഞ്ഞ 63 മണ്ഡലം അനലൈസിസ് ഒന്നും കാര്യമില്ല. 63 മണ്ഡലം അനലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്രയധികം വർക്ക് ചെയ്ത് അതിൻ്റെ കടക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി 5 മാസത്തിനപ്പുറം പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് കടക്കേണ്ട ഈ ജാഥയൊക്കെ കഴിഞ്ഞ് അവസാനം വരുമ്പോഴത്തേക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അതോടൊപ്പം തന്നെ നിലമ്പൂർ ഇലക്ഷൻ വരും. ഈ നിലമ്പൂർ ഇലക്ഷനും ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷനും കഴിഞ്ഞ് അധികം താമസിക്കാതെ നിയമസഭാ ഇലക്ഷൻ വന്നു. ആ നിയമസഭാ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് വേണം ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയാൽ തന്നെ മാത്രമാണ് ഇവർക്കൊരു ഗ്രാസ് റൂട്ടിൽ. കാരണം 21 സീറ്റല്ലേ ഇപ്രാവശ്യം ഇപ്പോൾ അവർക്ക് ഉള്ളൂ. 21 സീറ്റ് അവരുടെ കയ്യിലുള്ളൂ. ബാക്കി 122 സീറ്റ് അവരുടെ കയ്യിലില്ല. 119 സീറ്റ് അവരുടെ കയ്യിലില്ല. 119 മണ്ഡലങ്ങൾ ഇവർക്ക് വർക്ക് ചെയ്തെത്തണം. ആ പറയുന്ന സംവിധാനമൊന്നും ഇപ്പോഴത്തെ ഈ ജാഥ കൊണ്ടോ, ഇത് ഇപ്പോൾ മലയോര ജാഥയാണല്ലോ കടന്നു വരുന്നത്, ഇതുകൊണ്ടൊന്ന് മലയോര ജാഥയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇന്നാണ് ഏകദേശം കണ്ണൂർ, വയനാട്, മലപ്പുറത്തിൻ്റെ പകുതി എത്തിയപ്പോഴാണ് ആ ജാഥേനെ കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇതുവരെ നമ്മൾ ആ ജാഥ അത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തത്? ഈ അൻവർ കയറി വന്ന് അവിടെ ഒരു പുതിയൊരു രാഷ്ട്രീയം അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് കോൺഗ്രസ് കടക്കുക എന്നുള്ളത്. അതിനിടയ്ക്കാണ് വെള്ളാപ്പള്ളിനെ പോലെയുള്ള അടികൾ ഇങ്ങനെ എന്താ പറയുക കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ അടികളെ മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് വഴി തെളിഞ്ഞോ എന്ന് വെച്ചാൽ PV എന്ന് പറഞ്ഞ വഴി തെളിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സിന് വഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.